തുടങ്ങിയാൽ അവസാനിക്കുന്നതുവരെ എന്നുള്ളതായിരുന്നു വി എസിന്റെ എല്ലാ കാലത്തെയും പോരാട്ടങ്ങളുടെ പ്രത്യയശാസ്ത്രം. വി എസ് ഒരു വിഷയത്തിൽ ഇടപെടുകയാണ് എങ്കിൽ അതിൽ നീതി ഉറപ്പാക്കുന്നതുവരെയും അതിന്റെ അവസാനം കാണുന്നത് വരെയും അതിന്റെ ഇരകൾ ആ സമരത്തിനിറങ്ങി പുറപ്പെട്ട മനുഷ്യർ സ്വസ്ഥരാകുന്നതുവരെയും തങ്ങൾക്ക് നീതി കിട്ടിയെന്ന വിശ്വാസത്തിൽ അമരുന്നതുവരെയും വി എസ് അവർക്കൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൻ നായർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കണ്ണൻ, വിലാപയാത്ര ആരംഭിച്ചിട്ട് 40 മിനിറ്റ് പിന്നിടുകയാണ്. നിയമസഭാ മന്ദിരത്തിന് മുന്നിലേക്ക് വിലാപയാത്ര എത്തിയിരിക്കുന്നു. വി എസ് ആദ്യം മുഖ്യമന്ത്രി ആയ സമയം നമുക്ക് ഓർമ്മയുണ്ട്. കർഷകരുടെ ആത്മഹത്യകളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. കാർഷിക കടം എഴുതിത്തള്ളൽ എന്ന തീരുമാനമാണ് സർക്കാർ ആദ്യം കൈക്കൊള്ളുന്നത്. എന്താണ് കർഷകന്റെ വേദന? എത്രത്തോളം നെല്ലുണ്ടാക്കി വിതച്ച് കൊയ്യുന്നവൻ പട്ടിണി കിടന്നിട്ടുണ്ട് എന്ന ബോധ്യം ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിച്ചത്, അവൻ എത്രത്തോളം ഉന്നതിയിൽ ജീവിക്കേണ്ടവനാണ് എന്ന തിരിച്ചറിവ്, ഇതൊക്കെയാണ് വി എസിനെ അത്രയും പ്രധാനപ്പെട്ട തീരുമാനം ആദ്യമായി കൈക്കൊള്ളാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിന്ന അത്തരം നിയമങ്ങൾക്ക് കാരണമാകാൻ സാധിച്ചിട്ടുള്ള നിയമസഭാ മന്ദിരം വി എസ് പിന്നിടുകയാണ്. ജനഹൃദയങ്ങളിൽ ആവേശം നിറഞ്ഞ പ്രിയ സഖാവ്, നിലപാടുകളിൽ നിലയുറപ്പിക്കുന്ന നായകൻ സമീപത്തേക്കാണ് ഇപ്പോൾ വിലാപയാത്ര എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ PMG ജംഗ്ഷനിലേക്ക് വിലാപയാത്ര എത്തും. ഒട്ടേറെ ആൾക്കാരാണ് ഇവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ വികാരം എന്താണ് എന്നറിഞ്ഞത് 1940-കളിലാണ്. കുട്ടനാട്ടിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് അവിടുത്തെ കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ എന്താണ്, ജന്മിമാർ തമ്പ്രാൻ എന്ന് വിളിക്കണം എന്ന് ജന്മിമാർ പറയുന്നവർക്ക് മുന്നിൽ തമ്പ്രാൻ അടിയാനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സമൂഹത്തെ, കർഷക സമൂഹത്തെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച വ്യക്തി. അന്ന് മുതൽ കർഷകരുടെ ദുരിതങ്ങൾ എന്താണെന്ന് അറിയാം. കുട്ടനാട്ടിലെ നെൽകർഷകരായാലും മറ്റു തരത്തിലുള്ള കർഷകരായാലും അവരുടെ എല്ലാം ദുരിതങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് പരിചയിച്ചറിഞ്ഞും ജീവിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ആദ്യം പരിഹരിക്കേണ്ടത് ആരുടെ പ്രശ്നമാണ്? അത് കർഷകരുടെ പ്രശ്നം തന്നെയാണ്. പിന്നീട് സ്ത്രീകളുടെ പ്രശ്നമായാലും മറ്റു തൊഴിലാളികളുടെ പ്രശ്നമായാലും മലയോര മേഖലയിലെ പ്രശ്നങ്ങളായാലും അവയെല്ലാം പരിഹരിക്കാൻ മൂന്നാർ സമരത്തിൻ്റെ മൂന്നാർ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സമയത്തൊക്കെ തന്നെ ഘടകകക്ഷികൾ പോലും എതിർപ്പ് അറിയിച്ചിട്ട് പോലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒട്ടേറെ ആൾക്കാർ ഇവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അവസാനമായിട്ടാണ് സഹായനെ കാണാൻ പോകുന്നത്. വല്ലാത്തൊരു ഓർമ്മയാണല്ലേ? തീർച്ചയായും വല്ലാത്തൊരു ഓർമ്മയാണ്. കാരണം ഈ PMGയും കണ്ടോൺമെൻറ്റ് ഹൗസും എല്ലാം നമുക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്ന കാര്യമാണ്. ഞാനൊരു പഴയകാല SFIയുടെ പ്രവർത്തകനാണ്, SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സംഘടനാ ജീവിതത്തിലെ ഒരുപാട് ഏടുകൾ അവിടെ ഓർമ്മിക്കാനായിട്ടുണ്ട്. ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ പാമൂലിൻ കേസിൽ തുടരന്വേഷണം ഉത്തരവിട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ VSുമായി ചർച്ച ചെയ്യാനും അത് സംസാരിക്കുവാനും കിട്ടിയ അവസരങ്ങളെല്ലാം ഈ സമയത്ത് തീർച്ചയായും ഓർമ്മകൾ കൊണ്ടെത്തിക്കുന്നതാണ്. ഈ വഴിയിലൂടെയായിരുന്നു അദ്ദേഹം വീട്ടിലേക്ക് പോയത്. പക്ഷേ ഇനി ഈ വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയില്ല. തീർച്ചയായും അത് നമ്മൾ ഈ പറയും പോലെ ഈ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മളെല്ലാം നിൽക്കുന്നെങ്കിലും ഈ വഴിയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ വൈകാരികമായ ഒരു രീതിയിലേക്ക് നമ്മളെല്ലാം വഴുതി വീഴുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഒന്ന് ഉറപ്പാണ്, ലോകത്തെ മലയാളികൾ ഉള്ളിടത്തോളം കാലം VS എന്ന രണ്ടക്ഷരം എന്നും ജീവനോടെ തന്നെ ഉണ്ടാവും. അതിനൊരു കുറവും ഉണ്ടാവില്ല. VS എന്നും ജലിക്കുന്ന ഓർമ്മ തന്നെയായിരിക്കും. അതാണ് മനുഷ്യർക്ക് VS എന്ന് പറയുന്ന രണ്ടക്ഷരം നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. VS ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ലോകമുള്ളിടത്തോളം കാലം, മലയാളികൾ ഉള്ളിടത്തോളം കാലം VS എന്ന് പറയുന്ന രണ്ടക്ഷരം എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര PMGയിലേക്ക് എത്തും. ഒട്ടേറെ ആൾക്കാർ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് രാവിലെ അന്തിമോപചാരം അർപ്പിച്ച ആൾക്കാരൊക്കെ തന്നെയാണ്. ദർബാർ ഹാളിൽ അന്തിമോപചാരം അർപ്പിച്ച ആൾക്കാരൊക്കെ തന്നെയാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ഒരു തവണ പോലും ചിലപ്പോൾ VSനെ നേരിട്ട് കണ്ട കുട്ടികളായിരിക്കില്ല, കുട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയുണ്ട്. അവരൊക്കെ തന്നെ വലിയ മുദ്രാവാക്യങ്ങൾ മുടക്കിക്കൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. VSനെ അവസാനമായിട്ട് കാണാൻ വേണ്ടി എത്തിയാണല്ലേ? എന്താണ് അദ്ദേഹത്തെ കുറിച്ച്? അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന PMG താഴേക്ക് പോകുന്നിടത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുകൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ കടന്നു വരികയാണ്. ഇനി ഒരിക്കൽ പോലും VSന് ഇതുവഴിയൊരു യാത്രയില്ല. അന്ത്യയാത്രയാണ്. അദ്ദേഹം നടന്നു നീങ്ങിയ വീതികളാണ്. ആ വീതിയിലൂടെ അദ്ദേഹം കടന്നു വരികയാണ്. അവസാനമായി കണ്ണേ കരളെ VSയെ, ഞങ്ങളുടെ ചെങ്കിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്, ഇല്ല മരിക്കുന്നില്ല, സഖാവ് VS മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒട്ടേറെ ആൾക്കാർ കൈകൾ
മുഷ്ടികൾ മുകളിലേക്ക് ചുരുട്ടി ആകാശത്തേക്ക് നോക്കി ഇല്ല മരിക്കുന്നില്ല, VS മരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ സഖാവിനെ. ചിലപ്പോൾ അവർ കമ്മ്യൂണിസത്തിന്റെ പാരമ്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും, രാഷ്ട്രീയം ഒന്നുമില്ലാത്തവരായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ മുന്നിലുള്ള ഒരു വികാരമാണ് VS എന്ന് പറയുന്ന രണ്ടക്ഷരം. പുന്നപ്പറയിൽ നിന്ന് പിറന്നു വീണ, പുന്നപ്പറ വിപ്ലവത്തിലൂടെ പിറന്നു വന്ന VS എന്ന് പറയുന്ന വിപ്ലവകാരി. CPI പിറന്ന സമയത്ത് ആ പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 32 പേരിൽ അവസാനത്തെയാളും യാത്രയാവുകയാണ്. ആ 32 പേരിൽ അവസാനത്തെയാൾ കേരളത്തിലാകെ, ഇന്ത്യയിലാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഓരോ പാവപ്പെട്ടവൻ്റെയും മതസ്ഥൻ്റെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി മുൻകൈയെടുത്ത, സ്വന്തം ജീവിതം മാനവ സേവയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യ സേവയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹം ഈ PMG ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടന്നു വരും.